ക്രിസ്മസിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ നാടും നഗരവും ആഘോഷത്തിമിർപ്പിൽ. വീടുകളും സ്ഥാപനങ്ങളുമെല്ലാം ക്രിസ്മസ് ആഘോഷങ്ങളുടെ തിരക്കിലാണ്. വിവിധ തരത്തിലുള്ള നക്ഷത്രങ്ങളാൽ അലങ്കൃതമാണ് നാട്. ജാതിമതഭേദമന്യേ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രതീകമാണ് ക്രിസ്മസ്. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ ഒരേ മനസ്സോടെ ആഘോഷിക്കുന്ന വസന്തമാണ് ക്രിസ്മസ്. ജാതിമതഭേദമന്യേ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രതീകമായി ക്രിസ്മസ് ഇന്ന് മാറിയിരിക്കുന്നു. നക്ഷത്രവിളക്കുകളും ക്രിസ്മസ് മരങ്ങളും കരോൾ ഗാനങ്ങളും ചേർന്നൊരുക്കുന്ന ആവേശം ഈ ആഘോഷത്തിന് സമാനതകളില്ലാത്ത ഭംഗി നൽകുന്നു. ക്രിസ്മസ് കേവലം ഒരു ആഘോഷം മാത്രമല്ല, അത് മാനവികതയ്ക്ക് നൽകുന്ന സന്ദേശങ്ങൾ വളരെ വലുതാണ്. ലാളിത്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനം. പ്രപഞ്ചനാഥനായ ദൈവം ഒരു പുൽക്കൂട്ടിൽ ജനിച്ചുവെന്നത് എളിമയുടെയും വിനയത്തിന്റെയും ഉദാത്തമായ മാതൃകയാണ്. സമ്പത്തോ പദവിയോ അല്ല, മറിച്ച് ഹൃദയശുദ്ധിയാണ് വലുതെന്ന് ഈ തിരുപ്പിറവി നമ്മെ പഠിപ്പിക്കുന്നു. തന്റെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും മാത്രമല്ല, ചുറ്റുമുള്ള പാവപ്പെട്ടവർക്കും ആലംബഹീനർക്കും സഹായം എത്തിക്കുമ്പോഴാണ് ക്രിസ്മസ് പൂർണ്ണമാകുന്നത്. മറ്റൊരാളെ അല്ലെങ്കിൽ എല്ലാവരെയും നമ്മൾ ബഹുമാനിക്കുക എന്നുള്ളത് ആ ക്രിസ്മസിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. CHRI എന്നുള്ളത് ഇൻസ്പയർ എന്നൊരു വാക്കാണ്. ഒരുപക്ഷെ നമ്മൾ ഓരോ മനുഷ്യരെയും കാണുമ്പോൾ, ക്രിസ്തുവിന്റെ പുൽക്കൂട് കാണുമ്പോഴാണെങ്കിലും ജീവിതമാണെങ്കിലും എല്ലാവരെയും ഇൻസ്പയർ ചെയ്യുവാൻ തക്കവണ്ണമുള്ള ചില അനുഭവങ്ങളാണ് അതിലുള്ളത്. ഈ 4 കാര്യങ്ങൾ പറയുമ്പോഴും ഈ കാലഘട്ടത്തിൽ നമ്മളെ ചിന്തിപ്പിക്കേണ്ടുന്ന 2 കാര്യങ്ങൾ അടുത്ത അക്ഷരം ഓർമ്മിപ്പിക്കുന്നത്. സെക്യുലറിസം എന്നുള്ളതായ ഒരു അനുഭവം നമ്മളവിടെ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒരുപാട് പ്രതിസന്ധികളെ നാം കാണുമ്പോഴും മതേതരത്വത്തിന്റെ ചില അനുഭവങ്ങൾ എല്ലാവരുടെ ഉള്ളിൽ നിറയുന്നത് എത്ര സന്തോഷകരമാണ്. CHRIST, അതിന് നമുക്ക് ടോളറൻസ് ആവശ്യമാണ്. സഹിഷ്ണുത ഉണ്ടാകുമ്പോഴാണ് എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നത്. സാന്താക്ലോസ് എന്ന സങ്കല്പം പോലും മറ്റുള്ളവർക്ക് സമ്മാനങ്ങളും സന്തോഷവും നൽകുന്നതിന്റെ പ്രതീകമാണ്. ക്ഷമിക്കാനും സ്നേഹിക്കാനുമുള്ള മനസ്സാണ് യഥാർത്ഥ ക്രിസ്മസ് ഒരുക്കുന്നത്. ലോകത്തിൽ സമാധാനം പുലരണമെന്നും മനുഷ്യർ തമ്മിൽ സാഹോദര്യത്തോടെ കഴിയണമെന്നും ക്രിസ്മസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കൂടാതെ കുടുംബാംഗങ്ങൾ ഒന്നിച്ചു ചേരുന്ന ഒരു വേദി കൂടിയാണ് ക്രിസ്മസ്. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ പ്രിയപ്പെട്ടവർക്കായി സമയം കണ്ടെത്താനും ബന്ധങ്ങൾ പുതുക്കാനും ഈ ദിനം അവസരമൊരുക്കുന്നു. വീടുകളിൽ ഒരുക്കുന്ന പുൽക്കൂടുകളും നക്ഷത്രങ്ങളും ഇരുട്ടിനെ മാറ്റി പ്രകാശം പരത്തുന്നതിന്റെ സൂചനയാണ്. നമ്മുടെ ഉള്ളിലെ വിദ്വേഷവും അസൂയയും മാറ്റി സ്നേഹത്തിന്റെ പ്രകാശം നിറയ്ക്കാൻ ഓരോ ക്രിസ്മസും നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. കാരുണ്യത്തിന്റെയും കരുതലിന്റെയും സന്ദേശമാണ് ഈ പുണ്യദിനം നമുക്ക് നൽകുന്നത്. ആ ഒരു കരുണ സ്നേഹമൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വീണ്ടും അത് ഓർത്തെടുക്കുവാനുള്ള ഒരു ക്രിസ്മസ് ആയിട്ട് ഇരിക്കട്ടെ ഇതെന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ നമുക്ക് ഏറ്റവും ആത്മാർത്ഥമായി ഓർക്കേണ്ടായി പങ്കുവയ്ക്കലിന്റെ ഒരു മനോഭാവം, മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചേരുവാനുള്ള മനോഭാവം ഉണ്ടാകട്ടെ എന്ന് ഏറ്റവും ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും. അഴീക്കൽ സെന്റ് സെബാസ്റ്റ്യൻ റോമൻ കത്തോലിക്ക പള്ളിയും ക്രിസ്മസ് ആഘോഷങ്ങളുടെ തിരക്കിലാണ്. തഴവ സെന്റ് തോമസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലും ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ ചടങ്ങുകൾ നടന്നു. ഇടവക വികാരി ഫാദർ ജോൺ സ്ലീബ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചുവപ്പണിഞ്ഞ പ്രതീക്ഷ നൽകുന്ന സാന്റായുടെ സഞ്ചാരങ്ങളുമൊക്കെ നമ്മൾ കണ്ടു. ഓരോ ഉത്സവങ്ങളും ലോകത്തിൽ എവിടെയാണെങ്കിലും മനുഷ്യ ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കുകയും മറ്റു മനുഷ്യരുടെ ജീവിതത്തിലേക്ക് കരുണയുള്ളവരായി ഇറങ്ങിച്ചെല്ലുവാനുമുള്ള ഓർമ്മപ്പെടുത്തലുകളാണ് നമുക്ക് ലഭിക്കുന്നത്. ക്രിസ്മസ് എന്ന വാക്കിനെ നമ്മൾ നോക്കുമ്പോൾ അതിലെ C എന്നുള്ളത് ഒരുപക്ഷെ കമ്പാഷൻ എന്ന ഒരു വാക്കിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ കരുണയുള്ളവരാവുക എന്നുള്ളതാണ്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.